Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. Accessible Tech World Malayalam for the Visually Impaired യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റാർട്ട് വിൻഡോയുടെ ചെറിയ ഒരു ടിപ്പ് മാത്രമാണ്. വളരെ വേഗത്തിൽ നമുക്കത് മനസ്സിലാക്കാം. സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്ക് ഉപകാരപ്രദമായ ഒരു ചെറിയ ടിപ്പാണിത്. വീഡിയോയിലേക്ക് കടക്കാം. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില ഫയലുകളുടെയെങ്കിലും ലൊക്കേഷൻ നമുക്ക് മറന്നുപോയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ കൃത്യമായി കണ്ടെത്താൻ സാധിക്കാതെ വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ച് ആ ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താമെന്നും ഫയൽ പാത്ത് എങ്ങനെ കോപ്പി ചെയ്യാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വേഗത്തിൽ നോക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടെത്താം. ഇതിനായി ഞാൻ സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ് ബൈ പ്രസ്സിംഗ് വിൻഡോസ് കീ. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ആയി. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫയലിൻ്റെ നെയിം കൊടുക്കുകയാണ്. എൻ്റെ പേരിൽ ഏതെങ്കിലും ഫയൽ ഈ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഒരു വേർഡ് ഫയലാണ്. ഡൗൺ. Find results and search the web. Level 2 see it. See web result. Level 1 find results and document. Level 2 see it as bio. Microsoft Word document. Press right to switch preview. See user see it. ഇവിടെ ലൊക്കേഷൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് ലൊക്കേഷൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഇനി അതല്ലെങ്കിൽ ഈ അനൗൺസ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ എങ്ങനെ ഈ ഒരു ഫയൽ സൂക്ഷിച്ചിരിക്കുന്ന പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോകാം എന്ന് നോക്കാം. ഇതിനായി നിലവിൽ വന്നിട്ടുള്ള സെർച്ച് സജഷൻസിൽ നിന്ന് ഞാനൊരു ഫയൽ ഫോക്കസ് ചെയ്യാണ്. ഈ ഒരു വേർഡ് ഡോക്യുമെന്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം. ശേഷം ലൊക്കേഷൻ കണ്ടെത്തുന്നതിനായി ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. കോണ്ടെക്സ്റ്റ് മെനു ഓപ്പൺ ആയി. ഇവിടെ ആരോ കീസ് ഉപയോഗിച്ച് നോക്കാം. അപ്പ് ഡൗൺ ആരോ കീസ് ആണ് ഉപയോഗിക്കുന്നത്. ഡൗൺ ആരോ. Open file location not selected 1 of 2. രണ്ട് ഐറ്റംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ, സെക്കൻഡ് വൺ ഡൗൺ ആരോ. Copy path not selected 2 of 2. കോപ്പി പാത്ത്. ആദ്യം നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായി അപ്പ് ആരോ പ്രസ് ചെയ്യുന്നു. Open file location not selected 1 of 2. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ നോട്ട് സെലക്റ്റഡ് എന്നാണ് നിലവിൽ അനൗൺസ് ചെയ്യുന്നത്. ഇവിടെ എൻ്റർ ചെയ്യുന്നു. Search box edit see it as bio. OneNote notebooks window items view list see it as bio 16 of 23. നിലവിൽ ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് ഉള്ളത് OneNote notebooks OneNote നോട്ട്ബുക്ക് എന്ന ഫോൾഡറിലാണ്. അതായത് ഡോക്യുമെന്റ്സ് ഫോൾഡറിനുള്ളിൽ OneNote നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് ഉള്ളത്. ഇത്തരത്തിൽ വളരെ ലളിതമായി നമുക്ക് ഫയൽ ലൊക്കേഷൻ കണ്ടെത്താവുന്നതാണ്. സ്റ്റെപ്പ് ഒരിക്കൽ കൂടി പറയാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. സ്റ്റെപ്പ് 2 നമുക്ക് കണ്ടെത്തേണ്ട ഫയൽ നെയിം. അതല്ല എങ്കിൽ നമ്മൾ മുമ്പ് സ്റ്റാർട്ട് വിൻഡോയുടെ സെർച്ച് ഫീച്ചർ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഫയൽ ഫോർമാറ്റ് കൊടുത്താൽ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള ഫയൽസ് ലിസ്റ്റ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കണ്ടെത്തേണ്ട ഫയൽ നെയിം അറിയില്ല, എന്നാൽ അത് ഏത് ഫോർമാറ്റിലുള്ള ഫയലാണ് എന്നറിയാം. അത് വേർഡ് ഫയലാണോ, എക്സൽ ഫയലാണോ, MP3 ഓർ MP4, എനി ടൈപ്പ് ഓഫ് ഫോർമാറ്റ് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് സെർച്ച് എഡിറ്റ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 3 ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് സജഷൻസ് നോക്കുക. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സെർച്ച് സജഷനിൽ നമുക്ക് ആവശ്യമായ ഫയൽ ഉണ്ട് എങ്കിൽ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനായി ആ ഒരു പർട്ടിക്കുലർ ഫയൽ നെയിം ഫോക്കസ് ചെയ്യുന്നു. ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. അപ്പ് ഡൗൺ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ നോട്ട് സെലക്റ്റഡ് എന്ന ഓപ്ഷൻ കണ്ടെത്തുന്നു. അവിടെ എൻ്റർ ചെയ്യുന്നു. ഇങ്ങനെ എൻ്റർ ചെയ്യുന്നതോടുകൂടി എവിടെയാണോ ആ ഒരു ഫയൽ സൂക്ഷിച്ചിരിക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ആവും. തുടർന്ന് നമുക്ക് ടൈറ്റിൽ ചെക്ക് ചെയ്താൽ നമ്മുടെ ഫോക്കസ് ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ഫോൾഡറിനുള്ളിലാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ ലൊക്കേഷൻ പെട്ടെന്ന് കണ്ടെത്തണം എന്ന് മനസ്സിലാക്കി. ഇനി സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ലൊക്കേഷനിലേക്ക് പോവാതെ ഫയൽ പാത്ത് കോപ്പി ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു by pressing Windows key. Start window, search box edit blank. ഇവിടെ വീണ്ടും ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. നമുക്ക് ആ സെയിം ഫയൽ നോക്കാം. Level 1 CNS diary Microsoft Word document. ഫസ്റ്റ് സജഷൻ അല്ല, ഞാനിവിടെ ആരോ കീസ് ഉപയോഗിക്കുന്നു. Find results and search the web. ഡൗൺ ആരോ പ്രസ് ചെയ്യാണ്.
Level 2 see it. See web. Level 1 find results. It's level 2 see it. SBIO. Microsoft Word. ഈ ഫയലാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഫയൽ പാത്ത് കോപ്പി ചെയ്യുന്നതിനായി സെർച്ച് സജഷനിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഫയൽ നെയിം ഫോക്കസ് ചെയ്യുന്നു. തുടർന്ന് ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. Big document. Context menu. കോണ്ടെക്സ്റ്റ് മെനു ഓപ്പണായി. ഇവിടെ അപ്പ് ഡൗൺ ആരോ കീസ് ഉപയോഗിച്ച് നോക്കാം. Open file location not selected 1 of 2. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഓപ്ഷൻ, ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. അഗെയിൻ ഡൗൺ ആരോ. Copy path not selected 2 of 2. ഇതാണ് സെക്കൻഡ് വൺ, കോപ്പി പാത്ത് നോട്ട് സെലക്റ്റഡ്. ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ ഫയൽ പാത്ത് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. Search box edit see it SBIO. നമ്മുടെ സെർച്ച് എഡിറ്റ് ഫീൽഡിൽ ആ ഒരു പർട്ടിക്കുലർ ഫയൽ നെയിം എൻ്റർ ചെയ്യപ്പെട്ടതായി കാണാം. ഇനി ഞാൻ സ്റ്റാർട്ട് വിൻഡോ ക്ലോസ് ചെയ്യുന്നു ബൈ പ്രസിംഗ് എസ്കേപ്പ് കീ. Desktop list. ശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഫയൽ പാത്ത് ക്ലിപ്പ് ബോർഡിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നമുക്കൊരു നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്യാം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നു. Start window OT level 1 notepad not untitled notepad text editor. ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. നോക്കാം. C colon backslash U S E R S backslash S I Y A D backslash D O C U M E N T S backslash O N E N O T E space N O T E B O O K S backslash S I Y A D space S space B I O dot D O C X. ഇതാണ് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ഫയൽ പാത്ത്. ഒരിക്കൽ കൂടി ഫയൽ പാത്ത് നോക്കാം. C colon backslash users backslash see it backslash documents backslash OneNote notebooks backslash see it SBIO dot docs. ഇങ്ങനെ കോപ്പി ചെയ്യപ്പെടുന്ന ഫയൽ പാത്ത് ഉപയോഗിച്ചുകൊണ്ട് റൺ ഡയലോഗ് ബോക്സിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു പർട്ടിക്കുലർ ഫയൽ വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി റൺ ഡയലോഗ് ഓപ്പൺ ചെയ്യുന്നു. Run dialog type. ശേഷം നമ്മൾ കോപ്പി ചെയ്ത ഫയൽ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Text on desktop list. See it SBIO compatibility mode Word. Microsoft Word document edit multi-line page 1 section 1. അങ്ങനെ നമ്മൾ കോപ്പി ചെയ്ത ഫയൽ പാത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ ഫയൽ റൺ ഡയലോഗ് ബോക്സിൻ്റെ സഹായത്തോടുകൂടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനും ഫയൽ പാത്ത് കോപ്പി ചെയ്യാനും വളരെ അനായാസം സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.